ആദ്യ മഹാകവി അതുലന്റെയും അൽ ബറൂണിയുടെയും മാർക്കോ പോളയുടെയും ഇബ്നു ബത്തൂത്തയുടെയും ചരിത്രത്താളുകളിലെ മലൈനാടും മലീബാറും മനീബാറും എന്ന നമ്മുടെ മലബാർ. പുകൾപെറ്റ സംസ്കാരങ്ങളുടെ, വാണിജ്യത്തിന്റെ, വിജ്ഞാന കുതുകികളുടെ, ജ്ഞാനപീഠങ്ങളുടെ, അക്ഷര സുൽത്താൻമാരുടെയെല്ലാം ചരിത്രമുറങ്ങുന്ന സ്വന്തം മലബാർ. കരയിൽ സാമൂതിരിപ്പടയും കടലിൽ മരക്കാർ പടയും ഒരുക്കിയ സൗഹാർദ്ദ കാവലിൽ മലബാറിലെ മലയോര പ്രദേശങ്ങളിൽ നിന്നും ലോകപ്രസിദ്ധമായ പല വ്യഞ്ജനങ്ങൾ മലയിറങ്ങി വന്നു. പ്രാചീന കാലം മുതലേ അത് തേടി ഗ്രീക്കുകാരും ചൈനക്കാരും അറബികളും പോർച്ചുഗീസുകാരും ഈ നാട് തേടിയെത്തി. പിന്നീട് വാസ്കോഡ ഗാമ വന്നതിന് ശേഷം യൂറോപ്പിലേക്കും ആ വ്യാപാരങ്ങളുടെ വാതിലുകൾ തുറന്നു. മലബാറിന്റെ വ്യാവസായികവും സാംസ്കാരികവുമായ കേന്ദ്രമായി കോഴിക്കോട് മാറി. എഴുത്തുകാർ ഈ നഗരത്തെ യഥാർത്ഥ സാഹിത്യ നഗരിയാക്കി മാറ്റി. കോഴിക്കോട് നഗരത്തിൽ നിന്നും പ്രവഹിച്ച ആ വ്യാപാര വിജ്ഞാന സമ്പത്ത് മലബാർ മുഴുവനും പരന്നു. സമത്വവും സാഹോദര്യവും കൈകോർത്തു. വ്യാപാര വ്യവസായികളുടെയും അക്ഷരസ്നേഹികളുടെയും സുന്ദര സ്വർഗമായി മാറിയിരിക്കുന്നു ഇന്നത്തെ കോഴിക്കോട്. കുലമോ ജാതിയോ വർണ്ണമോ നമ്മുടെ സാഹോദര്യത്തിന് മുന്നിൽ തലപൊക്കിയില്ല. ഒരു തലമുറയിലൂടെ പകർന്നു കിട്ടിയ ആ മഹത്തായ പൈതൃകവും ഈ നാട്ടിൽ നാളിതുവരെയും നിലനിന്നിരുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും ഊഷ്മളതയും ഇനിയുള്ള കാലവും നിലനിൽക്കണമെന്നും അത് നമ്മുടെ പുതിയ തലമുറകളിലേക്ക് പകരണമെന്നും ആഗ്രഹിക്കുന്ന മലബാറിന്റെ സ്വന്തം സാഹിത്യ, സാംസ്കാരിക, വ്യവസായ, മാധ്യമരംഗത്തെ മഹാരഥന്മാർ മുന്നിട്ടിറങ്ങുന്നു. എല്ലാ വിഭാഗക്കാർക്കും ഒരുമിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് എക്കാലത്തും പ്രസക്തമാണ്. നൂറ്റാണ്ടുകളായി മലബാർ മേഖലയിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും സൗഹൃദത്വവും സൗഹൃദവും ആയുധമര്യാദയും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് സാമൂഹ്യ ബന്ധം തകർക്കുന്ന സങ്കുചിത ശ്രമങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു പൊതു വേദിയാണ് മിഷ് അഥവാ മലബാർ ഇനിഷ്യേറ്റീവ് ഫോർ സോഷ്യൽ ഹാർമണി. ഒരേ താളമുള്ള ഒരു സമൂഹം, ആ താളഭംഗി എന്നും നിലനിൽക്കാൻ ഈ മലബാറിനെ സ്നേഹിക്കുന്ന കുറേയേറെ സൗഹൃദങ്ങളുടെ ഒരു കൂട്ടായ്മ. മലബാറിന്റെ മഹത്തായ പാരമ്പര്യത്തിൽ വിനയപൂർവ്വം അഹങ്കരിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂട്ടായ്മ മിഷ്. മലബാർ പ്രദേശങ്ങളിൽ പൊതുവെ നല്ല സൗഹാർദ്ദങ്ങളാണ്. എല്ലാ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളും വളരെ സൗഹാർദ്ദം, ഹാപ്പിനെസ്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ ഐക്യത്തോടും സ്നേഹത്തോടു കൂടിയാണ് വർഷങ്ങൾക്ക് മുമ്പേ. കാരണം മലബാർ തീരത്താണ് ആദ്യകാലങ്ങളിൽ പോർച്ചുഗീസുകാരും ചീനക്കാരും അറബികളും ബ്രിട്ടീഷുകാരൊക്കെ തന്നെ കപ്പലിൽ ഒരുപാട് ബിസിനസ് ആവശ്യാർത്ഥം വരികയും ഒരുപാട് സൗഹാർദ്ദങ്ങൾ ഡെവലപ്പ് ചെയ്തു. പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളൊക്കെ തന്നെയും വളരെ തോളോട് തോളെന്ന് ചേർന്ന് ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജാതിയും മുഖവും നോക്കാതെ ഒന്നായി നമ്മൾ ആഘോഷിച്ചു. ഒന്നിച്ചു ചിരിക്കാനും കരയാനും കൂടെയുള്ളവന് തണലാവാനും ഓരോ മലബാറുകാരനും പഠിച്ചു. വ്യത്യസ്ത മതത്തിലും സമുദായത്തിലും പെട്ടവർ ഒരുമിക്കുന്നത് നാട്ടിന് ഗുണപ്രദമാവുമെന്ന് ഞാൻ കരുതുന്നു. സാഹിത്യത്തിന്റെ നഗരമായി യുനെസ്കോ ഈയിടെ തിരഞ്ഞെടുത്തത് നമ്മുടെ കോഴിക്കോടിനെയാണ്. കോഴിക്കോട് സ്നേഹത്തിന്റെ കൂടി നഗരമായി ലോകം അറിയപ്പെടാൻ മിഷിലൂടെ നമുക്ക് ശ്രമിക്കാം. ഓരോ മലയാളിയെയും ബന്ധിപ്പിക്കുന്ന ഇഷ്ടങ്ങൾ, അക്ഷരവും ഭക്ഷണവും കലകളും യാത്രകളും ആതിഥ്യ മര്യാദകളും ഈ നാടിനെ ബന്ധിപ്പിച്ചു. ചരിത്രവും സംസ്കാരവും പങ്കിട്ടു. ഇവിടെ ഗുജറാത്തികൾ വന്നു, മാർവാടികൾ വന്നു. അവരൊക്കെ വന്നപ്പോൾ അവർക്കെല്ലാം ഗുജറാത്തി സ്ട്രീറ്റുകളുണ്ടായി, ഗുജറാത്തി സ്കൂളുണ്ടായി. അങ്ങനെ ഒരു വാണിജ്യ പ്രദേശമായി, സൗഹാർദ്ദത്തിൻ്റെ വാണിജ്യ പ്രദേശമായി മലബാർ തീരങ്ങൾ അറിയപ്പെട്ടു. 14ഉം 15ഉം 13ഉം നൂറ്റാണ്ടുകളിൽ ഇവിടെ വന്നു പോയ, ഇവിടെ താമസിച്ച ഇബ്ൻ ബത്തൂത്ത മുതൽക്കുള്ള മാഹ്വാൻ എല്ലാവരും തന്നെ രേഖപ്പെടുത്തിയതാണ് ഇവിടെ യുദ്ധങ്ങളില്ല, ഇവിടെ കലഹങ്ങളില്ല എന്നതാണ്. പെരുന്നാളും ഓണവും ക്രിസ്തുമസും ഒരേ ഇലയിൽ ഉണ്ട് ശീലിച്ചു ഓരോ മലബാറുകാരനും. ഒരേ നഗരത്തിൽ പല സംസ്കാരങ്ങളുടെ രുചിക്കൂട്ടുകൾ, ലോകം മുഴുവനുമുള്ള രുചികൾ ഇന്നീ നഗരത്തിന് സ്വന്തമാണ്. കോഴിക്കോടിനെ പറ്റി പറയുമ്പോൾ ഒരു ഡിവൈഡ് ഇല്ലാത്ത സൗഹൃദമാണ് നമ്മളത്. ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന ഫ്യൂഷൻ ഫുഡ് കോഴിക്കോട് പണ്ടേ ഫ്യൂഷൻ ആയതാണ്.
ഇവിടെ ഇപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ ഭട്കൽ കമ്മ്യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഗുജറാത്തി കമ്മ്യൂണിറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ബോറ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഒന്നും വേണ്ട, ഒരു സുലൈമാനെങ്കിലും ഇല്ലാത്തൊരു സൗഹൃദം നമ്മൾ കാണില്ല. രുചിയോടൊപ്പം മറ്റൊന്നുകൂടി അലിഞ്ഞു ചേർന്നു മലബാറുകാരന്റെ രക്തത്തിൽ: ഫുട്ബോൾ. കോഴിക്കോട്ടെ ഫുട്ബോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ കേരളം സ്റ്റേറ്റ് ഉണ്ടാവുന്നതിന് മുന്നേയുള്ളതാണ്. കാരണം അത്രത്തോളം പഴക്കം ചെന്നു. ഈ ഫുട്ബോളിനെ വന്ന് കാലിക്കറ്റുകാർ അത്രത്തോളം സ്നേഹിച്ചിരുന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും അധികം കോച്ചിങ് ക്യാമ്പ് നടക്കുന്ന സ്ഥലം കാലിക്കറ്റ് ആയിരിക്കും തോന്നുക. ജീവിക്കുന്ന വീട് പലതെങ്കിലും രക്തം ഒന്നു തന്നെയെന്ന് എഴുത്തുകാരും വാഗ്മികളും സാംസ്കാരിക മതനായകന്മാരും വ്യാപാരികളും ഊട്ടി വളർത്തിയ ഏകത്വം, അത് ഉന്നത നിലവാരമുള്ള പുതിയ തലമുറയിലൂടെ പടരണം. മിഷ് കോഴിക്കോട്ടെ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ആർക്കും എന്ത് ബുദ്ധിമുട്ടും പ്രയാസം വന്നാൽ പരസ്പരം സഹായിക്കാനുള്ള ഒരു മനസ്സ്. നമ്മുടെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, അവരിലൂടെ ഈ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ, പരിപോഷിപ്പിക്കാൻ, അവർക്ക് ഈ ചരിത്രബോധം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു വേദി കൂടിയാണത്. അതിന് അനുസൃതമായ പല പദ്ധതികളും മിഷ് ആലോചിക്കുന്നുണ്ട്. ഈ സോഷ്യൽ ഹാർമണി എന്നാണല്ലോ ഇതിൻ്റെ പേര്. അപ്പം ഹാർമണി ടോക്ക്, ഹാർമണി വാക്ക്, ഹാർമണി മീറ്റ് എന്ന പേരുകളിൽ ഇത് ഓരോ വിഭാഗങ്ങളായി, ഓരോ വിങ്ങുകളായി പ്രവർത്തിച്ച് ഇത് പുഷ്ടിപ്പെടുത്താനുള്ള പരിശ്രമമാണ് മിഷിലൂടെ നടക്കുന്നത്. ആ നല്ല തുടക്കമാണ് മിഷനിലൂടെ ആരംഭം കുറിക്കുന്നത്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. മതമൈത്രിയും സാഹോദര്യവും മലബാറിന്റെ സമ്പത്താവണം എക്കാലവും. സ്പർദ്ധകളിൽ ശ്രദ്ധയൂന്നാതെ നാളിതുവരെ കാത്തുസൂക്ഷിച്ച മലബാറിന്റെ ഐക്യം കെടാതെ സൂക്ഷിക്കുക എന്ന വലിയ ദൗത്യം. മലബാറിന്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ പോലെ, നന്മയുള്ള നമ്മുടെ നാടിന്റെ കീർത്തി പോലെ ഇനിയും പരക്കട്ടെ മലബാറിന്റെ ഖ്യാതി. നമുക്ക് നമ്മുടെ ഒരുമയെ ഓർക്കാം. സമത്വവും സാഹോദര്യവുമുള്ള പുലരികൾ നമ്മുടെ കുരുന്നുകൾക്കും കാണുവാനായി.